കാട്ടാന ആക്രമണങ്ങളുടെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് റാണിമുത്തു എന്ന കർഷകൻ. ചിന്നക്കനാലിലെ ചെമ്പകത്തൊടി കുടിക്കാരനാണ് ഇദ്ദേഹം. കുടിയിൽ നിന്നും കുറച്ചകലെയുള്ള കൃഷിയിടത്തിലാണ് മിക്കപ്പോഴും റാണിമുത്തു ഉണ്ടാകാറുള്ളത്. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് അവിടം. പക്ഷേ ആന കാടിറങ്ങിയാൽ ഉടൻ രമേശൻ എന്ന നായ ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങും. രമേശന്റെ കുര കേട്ടാണ് റാണിമുത്തുവിന് പലപ്പോഴും കാട്ടാന ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. രമേശ് ആനയൊക്കെ വരുമ്പോൾ അവനിപ്പോ സ്വന്തം പിള്ളേന്ന് അവനെ നോക്കുന്ന, നമ്മുടെ വീട്ടിൽ കൊച്ചെന്ന് അവനെ നോക്കി കിടക്കുക. ആന തിന്നിട്ട് അവൻ കടന്നു പോയി. ആന വന്നാൽ പിന്നെ മണം കിട്ടിക്കളന്ന് കുറച്ച കത്തും. റാണിമുത്തുവിനെ മാത്രമല്ല, 25ലധികം വീടുകളുള്ള ചെമ്പകത്തൊടി കുടിയിലെയും സമീപത്തെ ടാങ്ക് കുടിയിലെയും പലരെയും കാട്ടാന ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ നായ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർ രമേശനെ ചെമ്പകത്തൊടി കുടിയുടെ കാവലനെന്ന് വിശേഷിപ്പിക്കുന്നത്. കൃത്യസമയം വേറെ സൈസ് ആൾക്കാർ വന്നാൽ അത് പിടിക്കാനുള്ള സാധനമുള്ളതാണ് രാത്രി വരുമ്പോൾ. പിന്നെ രാത്രിക്ക് വരുമ്പോൾ ആൾക്കാർ വന്നാൽ മാത്രമേ ഉള്ളൂ ശല്യം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാ ജാഗരൂകനായി രമേശൻ കാവൽ നിൽക്കുകയാണ് ഈ നാടിന്. കാട്ടാനക്കലയിൽ ഒരു മനുഷ്യജീവനും പൊലിയരുതെന്ന വാശിയോടെ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. നമ്മുടെ നാട്ടിൽ അല്ലാതെ ഒരു സംവിധാനം വേണം അല്ലേ? സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ പരീക്ഷണ ഘട്ടത്തിലൊക്കെ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ പ്രകൃതി തന്നെ അല്ലേ മൃഗങ്ങളുടെ രൂപത്തിൽ നമുക്കൊരുക്കിയ മുന്നറിയിപ്പ് സംവിധാനം എന്ന് വേണമെങ്കിൽ ഈ നായയെ, കാവലനായി നാട്ടുകാർ കാണുന്ന രമേശ് എന്ന നായയെ വിശേഷിപ്പിക്കാം. ഇങ്ങനെ നായകൾക്കൊക്കെ ഉള്ളൊരു അവരുടെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ ഇതൊക്കെ. അപ്പോൾ എന്തായാലും നന്ദുഷ അതിനെക്കുറിച്ച് പറയും. നന്ദുഷ, കാവലൻ തന്നെ അല്ലേ? ചെമ്പകത്തൊടുകുടിയുടെയും ടാങ്കുടിയുടെയും ഒക്കെ കാവലൻ തന്നെ രമേശൻ. ഈ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ പ്രദേശം നമുക്കെല്ലാം സുപരിചിതമാണ്. കാരണം അരിക്കൊമ്പൻ്റെ കാടെന്നാണ് ചിന്നക്കനാൽ അറിയപ്പെടുന്നത്. അരിക്കൊമ്പൻ പോയിട്ടും കൊലകൊല്ലികളായ നിരവധി കാട്ടാനകൾ അധിവസിക്കുന്നൊരു മേഖല കൂടിയാണ് ഈ ചിന്നക്കനാൽ. അതിൻ്റെ ചിന്നക്കനാലിലെ തന്നെ സുപ്രധാനമായ മേഖലയാണ് ഈ ചെമ്പകത്തൊഴുകുടിയും അതോടൊപ്പം ടാങ്കുകുടി പോലുള്ള പ്രദേശങ്ങൾ. ഇതെല്ലാം ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അധിവസിക്കുന്നൊരു മേഖലയാണ്. ഈ മേഖലകളുടെ പ്രധാന പ്രശ്നം തന്നെ ഈ ആനശല്യമാണ്. നമുക്കറിയാം 301 കോളനിയൊക്കെ ആനശല്യം മൂലം ഉപേക്ഷിക്കപ്പെട്ട ഒരു കോളനിയാണ്. ഇപ്പോൾ ഈ മുതുവാൻ സമുദായത്തിൽപ്പെടുന്ന ഈ 2 കുടികളിലും പെടുന്ന ആളുകൾ കൃഷി ചെയ്യാനായി അവരുടെ കൃഷിസ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഈ ആനശല്യം വളരെയധികം ദുഷ്കരമായി അവരുടെ കൃഷിയെ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് RRT ഉൾപ്പെടെയുള്ള സേവനങ്ങൾ വനംവകുപ്പ് നൽകുന്നുണ്ടെങ്കിലും ഒരു സുസജ്ജമായ സുരക്ഷ അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കാനായി ഇതുവരെ നമ്മുടെ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ഈ ചെമ്പകത്തൊടുകുടിയിലെ രമേശൻ എന്ന നായ വ്യത്യസ്തനാകുന്നത്. കാര്യം കൃഷിസ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ആ ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയങ്ങളിൽ ഈ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ അടുത്ത് വന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ അറിയാത്ത ഒരു സ്ഥിതിയൊക്കെ വന്നേക്കാം. ഈ ചെമ്പകത്തൊടുകുടി, ടാങ്കുകുടി, ആനയിറങ്കൽ പ്രദേശങ്ങളൊക്കെ നല്ല ശക്തമായ കാറ്റ് വീശുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ ശബ്ദങ്ങൾ പോലും തൊട്ടടുത്തെത്തിയാൽ മാത്രം കേൾക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ മേഖലയിലുണ്ട്. പക്ഷേ ഈ രമേശൻ എന്ന നായ ആ പ്രദേശത്ത് ഈ റാണിമുത്തുവിനെ പോലെയുള്ള ആളുകൾക്ക് കാവലായി ഉള്ളിടത്തോളം കാലം ഈ ആന വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശബ്ദത്തിൽ, രമേശനെ പരിചയമുള്ളവർക്ക് ആ ശബ്ദം മനസ്സിലാകും, പ്രത്യേക ശബ്ദമുണ്ടാക്കി കുരയ്ക്കുകയും ആ ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആന നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ ആളുകൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. അതുവഴി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ആനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനും ഈ നാട്ടുകാർക്ക് കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. രമേശൻ ഈ നാടിൻ്റെ ഒരു കാവൽക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം നായകളെ പൊതുവെ കാവൽക്കാരെന്നാണ്, വീടിൻ്റെ കാവൽക്കാരെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ രമേശൻ എന്ന നായ ആ നാടിലെ ആകെ ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ആ കുടിയിലാകെ ഒരു കാവലായി നിലകൊള്ളുകയാണ്. അതോടൊപ്പം രാത്രി കാലങ്ങളിൽ ഈ ആളുകളുടെ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ആനകൾ ഇറങ്ങുന്നത്. അപ്പോഴും ഈ രമേശൻ മുന്നറിയിപ്പ് നൽകാറുണ്ട്. രാത്രിയൊക്കെ ആപത്ത് വെച്ചാൽ നല്ല കാര്യമാണ്. ഒരു കർഷകന്റെ ജീവനെടുത്താണ് കാട്ടാനകൾ. അപ്പോൾ ഇങ്ങനെയുള്ള നായ്ക്കളെ കൊണ്ടെങ്കിലും നമുക്ക് ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ രമേശിന്റെ ഒരു സേവനം എല്ലാവർക്കും കിട്ടട്ടെ.